ഇന്നത്തെ നമ്മുടെ ടോട്ടോ ചൈൽഡ് സീരീസിലെ അധ്യായത്തിൻ്റെ പേരാണ് പൊളിഞ്ഞ പഴകിയ പള്ളിക്കൂടം. ആ കാലത്തെ ജാപ്പനീസ് സ്കൂളുകളിലൊക്കെ എലമെൻ്ററി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ശീലമുണ്ടായിരുന്നു. വെറുതെ പ്രാസമൊപ്പിച്ച് ഈരടികൾ ഉണ്ടാക്കി സ്വന്തം സ്കൂളിനെ കുറിച്ചും മറ്റുള്ള സ്കൂളിനെ കുറിച്ചും പാടി നടക്കാം. പലതും വികട സ്തുതികളായിരിക്കും. അതൊരു ശീലമായിരുന്നു. ടോട്ടോ ചാനും തൻ്റെ കൂട്ടുകാർക്കൊപ്പം ധാരാളം പാടി നടന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ 5-6 കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്യാങ് ആയിയാണ് ഇത് പാടുക. ടോമോഗക്കുവാനിൽ എത്തുന്നതിന് മുമ്പ് ടോട്ടോ ചാൻ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ് അകമാറ്റ്സു. സ്കൂളിൽ നിന്നിറങ്ങി ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി ഒന്ന് ചുമരിന് മുകളിൽ കൂടി സ്കൂളിനെ തിരിഞ്ഞു നോക്കിയിട്ട് ടോട്ടോയും അന്ന് പാടുമായിരുന്നു. പുറമേ കണ്ടാൽ അകമാറ്റ്സു, പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം, അകതകു തുറന്നൊന്നകത്ത് ചെന്നാൽ എന്തൊരു കേമൻ പള്ളിക്കൂടം. ഇത് സ്വന്തം സ്കൂളിനെ കുറിച്ച് പാടുന്നത്. ഇതേ സ്കൂളിനെ കുറിച്ച് മറ്റു സ്കൂളിലെ കുട്ടികൾ പാടുമ്പോൾ വരികൾക്ക് വ്യത്യാസം വരും. പുറമേ കണ്ടാൽ അകമാറ്റ്സു, എന്തൊരു കേമൻ പള്ളിക്കൂടം, കതകു തുറന്നൊന്നകത്ത് ചെന്നാൽ പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം. ഒരു പള്ളിക്കൂടം നല്ലതാണോ അല്ലയോ എന്നുള്ളതിലൊന്നുമല്ല കാര്യം. ആദ്യത്തെ 2 വരി എങ്ങനെ വേണമെങ്കിലും ആകാം. എന്നാൽ വികടസ്തുതിയിലെ അവസാനത്തെ 2 വരിയാണ് ആ പള്ളിക്കൂടത്തെ കുറിച്ച് നന്നായിട്ടാണോ പറയുന്നത് മോശമായിട്ടാണോ പറയുന്നത്. കുട്ടികളുടെ ഒരു തമാശ, അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. എങ്കിലും അത് അന്നത്തെ കാലത്ത് വളരെ നമ്മൾ സാധാരണമായി കാണുന്ന ഒരു രീതിയായിരുന്നു. സാധാരണഗതിയിൽ ടോമോഗക്കുവാൻ സ്കൂൾ സമയം കഴിഞ്ഞ് വളരെയധികം നേരം വീട്ടിൽ പോകുന്നതിനുമുള്ള ഇടവേള കുട്ടികൾക്ക് വളരെ നീണ്ടതായിരുന്നു. കാരണം കൊബയാഷി മാസ്റ്റർ വിശ്വസിച്ചിരുന്നത് പഠനത്തിന് ശേഷം കുട്ടികൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായി യഥേഷ്ടം സമയം ലഭിക്കണം എന്നതാണ്. ഓരോ കുട്ടിയും ഓരോ തരമാണ്. അവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. സയൻസിൽ താല്പര്യമുള്ള തായ്ച്ചാനെ പോലെയുള്ളവർക്ക് സ്കൂൾ സമയം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളിൽ ഇടപെട്ട് സ്കൂളിൽ തന്നെ നിൽക്കാനാവും. പ്രകൃതിയിൽ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലെ ചെടികൾ നനയ്ക്കാം, പൂക്കൾ കണ്ടു നടക്കാം, എന്തെങ്കിലും ശുശ്രൂഷകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി വായനയിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരു ദിവസത്തെ പഠിത്തത്തിന്റെ ഭാരമൊക്കെ കഴിഞ്ഞ് ലൈബ്രറിയിലിരുന്ന് യഥേഷ്ടം വായിച്ചുകൊണ്ടിരിക്കും. മറ്റു ചിലരാണെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ വളർത്തുനായയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പൂച്ചയോ ഒക്കെ കൊണ്ടുവന്ന് അവരെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ പലതും. സാധാരണ എലമെന്ററി സ്കൂളുകളിൽ അന്നത്തെ കാലത്ത് പതിവുള്ളതിനേക്കാൾ വൈകുന്നേരത്തെ ഇടവേള ടോമോഗക്കുവാനിൽ കൂടുതലായിരുന്നു. സായാഹ്ന മണി മുഴങ്ങുന്നത് വളരെ താമസിച്ചായിരിക്കും. അതുവരെ കുട്ടികളെല്ലാം സ്വതന്ത്രരായി സ്കൂളിൽ തുടരും. എല്ലാത്തിൻ്റെ മേൽനോട്ടവുമായി കൊബയാഷി മാസ്റ്റർ തൻ്റെ മുറിയിലും ഉണ്ടാവും. അന്നത്തെ ദിവസം ഇതുപോലെ തന്നെ ചില കുട്ടികൾ വേലിക്കിടയിലും ഗേറ്റിനിടയിലും ഒക്കെ വലിഞ്ഞു കയറി സ്വന്തം ഉടുപ്പിൽ ചെളി പറ്റിക്കുന്നു. മറ്റു ചില കുട്ടികൾ അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. നമ്മുടെ ടോട്ടോ ചാൻ സ്കൂളിന്റെ വാതിലിനടുത്ത് ചെന്ന് എന്ത് ചെയ്യണം അടുത്തത് എന്ന ആലോചനയിലാണ്. മൈതാനം സജീവമാണ്. പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവിടെ പോകണോ അതോ ചെടികൾക്കിടയിൽ നിൽക്കണോ എന്ന ഒരു ചിന്താക്കുഴപ്പത്തിലായിരുന്നു ടോട്ടോ. അപ്പോഴാണ് പൊടുന്നനെ സ്കൂൾ വളപ്പിന് പുറത്തുനിന്ന് അത്യുച്ചത്തിൽ ഒരു പാട്ടുയർന്നത്. എന്താണ്? പുറമേ കണ്ടാൽ ടോമോ സ്കൂൾ ഒരു പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം, കതകു തുറന്നകത്തു ചെന്നാൽ അതിലും പഴകിയ പള്ളിക്കൂടം. ഇത് കേട്ടതും ടോട്ടോ ഞെട്ടിപ്പോയി. എന്തൊരു അക്രമമാണ് ഈ പറയുന്നത് നമ്മളുടെ സ്കൂളിനെ കുറിച്ച്. പാട്ട് കേട്ട് വളപ്പിനുള്ളിൽ നിന്നവരും പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ടോട്ടോയും കൂട്ടുകാരും കൂടെ പോയി നോക്കിയപ്പോ അവര് പറയണ പോസ്റ്റിന്റെ അത്രയും വളരണ വാതില്, ഗേറ്റ് അല്ലല്ലോ ടോമോഗക്കുവാനുള്ളത്, അവിടെ നിന്നിട്ട് വേറെ ഏതോ സ്കൂളിലെ 5-6 ആൺകുട്ടികളാണ് ഈ വികടസ്തുതി പാടിയിട്ട് നിൽക്കുന്നത്. ടോട്ടോയ്ക്ക് വല്ലാതെ കലി കയറി. നിറയെ പൂക്കളുള്ള വളരണ വാതിലുള്ള ടോമോഗക്കുവാൻ പൊട്ടിപ്പൊളിഞ്ഞതാണത്രേ. അവൾക്ക് രോഷം അടക്കാനായില്ല. പക്ഷേ ആ കുട്ടികള് പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ഒറ്റ ഓട്ടം. ക്രോധം നിയന്ത്രിക്കാനാവാത്ത നമ്മുടെ കൊച്ചു ടോട്ടോ അവരുടെ പിന്നാലെ പാഞ്ഞു. പക്ഷെ എന്തു ഫലം? ആ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികളാണ്, സ്വാഭാവികമായും വേഗത വളരെ കൂടുതലായിരുന്നു. കണ്ണടച്ചു തുറക്കും മുൻപേ അവരേതൊക്കെ ഇടവഴികളിൽ കൂടി പാഞ്ഞ് അപ്രത്യക്ഷരായി. സങ്കടവും രോഷവും
ക്രോധവും ഒക്കെ അടക്കാനാവാതെ സ്വയം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ടോട്ടോ തിരികെ സ്കൂളിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയിലാണ് അവളുടെ വായിൽ അറിയാതെ ഒരു ഹൈക്കു കവിത പോലെ 2 വരി വന്നു വീണത്. ഏറ്റവും കേമം ടോമോ ഗക്വാൻ, നമ്മൾ പഠിക്കും ടോമോ ഗക്വാൻ. കൊള്ളാലോ, നല്ല 2 വരിയാണല്ലോ, ടോട്ടോയ്ക്ക് തന്നെ തോന്നി. അവൾ 1-2 അടി കൂടെ നടന്നതിന് ശേഷം വീണ്ടും കൂട്ടിച്ചേർത്തു. പുറമേ നോക്കിയാലും അകമേ നോക്കിയാലും ഏറ്റം 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 കേമം ടോമോ ഗക്വാൻ. ആഹാ, അവൾക്ക് നല്ല ഇഷ്ടമായി ആ വരികള്. കൊള്ളാം. അല്പം ഒരാശ്വാസം തോന്നി. ടോമോയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ അകത്തേക്ക് കയറാതെ വാതിൽക്കൽ നിന്ന് മറ്റേതോ ഒരു സ്കൂളിലെ കുട്ടി പാടുന്നത് പോലെ അവൾ ഈ വരികൾ ആവർത്തിച്ചു. ഏറ്റവും കേമം ടോമോ ഗക്വാൻ, നമ്മൾ പഠിക്കും ടോമോ ഗക്വാൻ, അകമേ നോക്കിയാലും പുറമേ നോക്കിയാലും ഏറ്റം 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 കേമം ടോമോ ഗക്വാൻ. അകത്ത് നിന്ന് കുട്ടികൾ ഇത് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. പുറമേ എന്നുള്ള ഏതോ കുട്ടി പാടുകയാണെന്നാണ് അവർ വിചാരിച്ചത്. ഈ വരികൾ വീണ്ടും ഉയർന്നപ്പോ അവരൊക്കെ കൂടെ ഒരുമിച്ച് വന്ന് നോക്കി. ഹായ്, നമ്മുടെ ടോട്ടോ ഉണ്ടാക്കിയ വരികളായത്. അവരെന്താ ചെയ്തത്? കുട്ടികളെല്ലാവരും കൈകോർത്ത് പിടിച്ച് ഏറ്റവും കേമം ടോമോ ഗക്വാൻ, നമ്മൾ പഠിക്കും ടോമോ ഗക്വാൻ, അകമേ നോക്കിയാലും പുറമേ നോക്കിയാലും ഏറ്റം 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 കേമം ടോമോ ഗക്വാൻ എന്ന വരികൾ ആവർത്തിച്ചുകൊണ്ട് കുട്ടികള് 1 അല്ല 2 അല്ല പല തവണ സ്കൂളിന് ചുറ്റും നടന്നു. ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് സ്വന്തം സ്കൂളിനെ കുറിച്ച് പാടിക്കൊണ്ട് നടന്ന ആ വേളയിൽ ഒന്നിച്ചുയർന്ന ശബ്ദത്തെക്കാൾ ഏറെ ഒരുമ അവരുടെ ഹൃദയത്തിനായിരുന്നു. അത് ആ പ്രായത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് മാത്രം. തങ്ങളുടെ പള്ളിക്കൂടത്തിന് ചുറ്റും ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നപ്പോൾ ആ സ്കൂളിന്റെ ആത്മാവിലേക്കാണ് കുട്ടികൾ ഇറങ്ങിയത്. തന്റെ മുറിയിലിരുന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാസ്റ്റർക്ക് ആ വരികൾ തരുന്ന സന്തോഷം, നൽകിയ സന്തോഷം വാക്കുകളിൽ ഒതുക്കാവുന്നതായിരുന്നില്ല. ഇത്തരമൊരു മുഹൂർത്തം സത്യസന്ധമായി അധ്യാപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാളെയും സന്തോഷിപ്പിക്കും.